ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോ എല്ലാം മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല കിടിലൻ റെസിപ്പിയും ഈസി റെസിപ്പിയും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും മിസ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമസ്കാരവും കാര്യങ്ങളും എല്ലാം ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നീട് നമ്മൾ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതാ ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. പിന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് സൈഡെല്ലാം വീടിൻ്റെ ഇങ്ങനെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് തട്ടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഉംറക്ക് പോയ സമയത്ത് മുറ്റം നമ്മളെ കല്യാണിച്ചില്ലേ, ഞാൻ വീഡിയോയിൽ ഇടയ്ക്ക് കാണിക്കില്ലേ, അപ്പോൾ കല്യാണിച്ചിനോട് എന്നും വന്നിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണിച്ച് ഡെയിലി വന്നിട്ട് മുറ്റടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൈഡ് വീടിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ മാറാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി മുറ്റമൊക്കെ ഒന്ന് അടിക്കട്ടെ. അപ്പോൾ റഫീക്ക് അതാ അവിടെ നമ്മുടെ ആ ഒരു മെറൂൺ ചെടിയില്ലേ പുല്ലിലുണ്ടായിരുന്നേ, അതൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. മഴ കഴിഞ്ഞിട്ട് വെട്ടാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് കുറ്റിയായിട്ട് വെട്ടി നിർത്തിയാൽ നല്ല ഇങ്ങനെ മജന്ത കളർ ഇങ്ങനെ ഫ്ലവർ വരും അതിൽ, കുറ്റിയായിട്ട് വെട്ടിയാൽ കേട്ടോ. അങ്ങനെ വളർത്തി വിട്ടാൽ അത്ര ഭംഗിയില്ല കാണാൻ. അപ്പോൾ അത് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വീട് അങ്ങനെ വൃത്തികേട് എന്താ പറയുക, ഞങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ പെങ്ങന്മാരൊക്കെ വന്നിട്ട്, റഫീഖാൻ്റെ പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ. അപ്പോൾ അവർ വീടൊക്കെ തട്ടലും അടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അകത്ത് അങ്ങനത്തെ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു പണിയും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് കുക്ക് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ മുറ്റത്തും അങ്ങനത്തെ വൃത്തികേടൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വീടൊക്കെ ഒന്ന് തട്ടി അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ വലിയൊരു ക്ലീനിങ് നമ്മൾ 10-15 ദിവസം നിന്ന് പോയ ആ ഒരു വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്തായാലും. ഇനിയിപ്പോൾ അതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് വേർഷനാണ് ഞാൻ കാണിക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേ പേര് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. ഇതും നല്ല എളുപ്പത്തിൽ തന്നെയാണ്, പക്ഷേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബർഗർ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ ഒരു രീതി കേട്ടോ ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇതിലും നമ്മൾ മയണേഴ്സ് ഉപയോഗിക്കുന്നത് നല്ല കാഷ്യൂനട്ടൊക്കെ വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി മയണേഴ്സാണ് കേട്ടോ. അതും റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ചെറിയ ബൗൾ നിറച്ച് കേട്ടോ. അത് നിങ്ങൾക്ക് എത്ര മയണേഴ്സ് ആവശ്യമുണ്ട് അതിനനുസരിച്ച് കാഷ്യൂനട്ട് എടുക്കുക. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഏത് സമയത്തും നമ്മൾ ചില കുട്ടികൾ അപ്പത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കൂലേ, അപ്പോൾ അതിനൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഹെൽത്തിയാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഞാനൊരു 10-20 മിനിറ്റ് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. വെള്ളം ഒഴിച്ചിട്ടാണ്, നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല. ഇനി ഒരു 4-5 വെളുത്തുള്ളി നമ്മൾ മയണസിലേക്ക് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ചേർക്കുക. 4-5 വെളുത്തുള്ളി, ഒരു 5 മുഴുവനായിട്ടുള്ള പെപ്പർ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പെപ്പർ നിങ്ങളുടെ അടുത്ത് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോ. എൻ്റെ അടുത്ത് പൗഡർ ഇല്ലാത്തതുകൊണ്ടാട്ടോ അങ്ങനെ മുഴുവൻ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ മയണൈസിലേക്കൊക്കെ കുറച്ച് ഉപ്പ് മതിയാവും കേട്ടോ, പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോവും. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ നമ്മുടെ കാഷ്യൂനട്ടാണ്, ചെറിയൊരു മധുരിപ്പൊക്കെ ഉണ്ടാവും, എന്നാലും ഒരു ഫുള്ള് വേണ്ട, ഒരു 1/2 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. നമ്മൾ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഇനി നന്നായിട്ട് അടിച്ചെടുക്കുക. ടൈറ്റ് ആകുമ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട്, തിളപ്പിച്ചാറിയ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇതുപോലെ മയണൈസിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മയണൈസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ, ഹെൽത്തി വേർഷനാണ്. ഇനിയിപ്പോൾ നമ്മളെ ചിക്കൻ ഞാൻ എല്ലില്ലാത്ത കുറച്ച് പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു. 4-5 പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു.
എല്ലുള്ളതാണെങ്കിലും മിക്സിയിൽ ചെറിയ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ആ എല്ലിൽ നിന്ന് അങ്ങ് വിട്ട് വരും കേട്ടോ. എന്നിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. വെള്ളം ഒട്ടുമില്ല, കഴുകിയിട്ട് വാരാൻ വെച്ചിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം അരച്ചെടുത്താൽ മതി. അരച്ചെടുത്ത ചിക്കനിലേക്ക് ഞാനൊരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പ്, ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് അതിൻ്റെ പകുതി, അത്രയും നമ്മളെ ചിക്കൻ അത്രയേ ഉള്ളൂ, അത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാട്ടോ പകുതി മതി. ഇതിലേക്ക് പകുതി എഗ്ഗ് ഒഴിച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മസാലാസും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ആക്കൂലേ അതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ബർഗർ പാർട്ടീസാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി ഇതാ പാനിലേക്ക് ഒരു പീസ് ബട്ടറിൽ ഗീ ചേർത്ത് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിക്കന് നമുക്ക് കറി വെക്കാനൊക്കെ കൊണ്ടുവരുന്ന ചിക്കൻ ഉണ്ടാവില്ലേ, അതിൽ നിന്ന് 1-2 പീസ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഇനിയിപ്പോൾ എല്ലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല, എല്ല് മാറ്റിയാൽ മതി. എല്ലില്ലാത്തതാകുമ്പോൾ ഒരു 4-5 പീസ് മതിയാവും കേട്ടോ. ഇതിപ്പോൾ എനിക്കൊരു 4 ബർഗറിനുള്ള പട്ടീസ് ഉണ്ട്, പക്ഷേ ഞാൻ കുറച്ച് കട്ടിക്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 4 ഉണ്ട് ശരിക്കും. ഇത് ബട്ടറിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ചട്ടകം വെച്ചിട്ടോ കൈ കൊണ്ടോ ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് കരിഞ്ഞു പോകാതെ തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, ചിക്കനല്ലേ. അപ്പോൾ ഇതാ നമ്മളെ പട്ടീസൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ബർഗർ പാർട്ടീസ് ഇല്ലാണ്ടേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ പെർഫെക്റ്റ് വേർഷൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇതാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ ചീസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണേ. നിങ്ങൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, പാർട്ടീസ് അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ കുട്ടികളൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ, ചീസല്ലേ. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്കും അത് ഒന്ന് മെൽറ്റായി ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. ഒന്നുകൂടെ ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചിക്കന് നമ്മൾ കറി വെക്കാനൊക്കെ കൊണ്ടുവരുന്ന ചിക്കനിന് പതുക്കെ ഒരു 2 പീസൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഒരു ഈവനിങ്ങിലോ നൈറ്റിലേക്കോ അതിനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് അവർക്ക് അടിപൊളിയായിട്ടുള്ള ബർഗർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പാർട്ടീസ് ഉണ്ടാക്കിയ ആ ഒരു പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ വെച്ചിട്ടൊന്ന് ആ ബ്രെഡൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തു കേട്ടോ. ചൂടാക്കി എടുത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ബട്ടർ എന്താ പറയുക, ബട്ടർ ചേർത്തൊന്ന് ചൂടാക്കുമ്പോൾ ഒന്നൊരു ടേസ്റ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി ആവശ്യത്തിലുള്ള മയോണൈസ് ഞാനൊരു ബൗളിലേക്ക് എടുത്തു. ഇതിലേക്ക് 3ലേക്കും ആവശ്യത്തിലുള്ള, ഞാനിപ്പോൾ 3 ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. സമം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് സോസിൻ്റെ കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ, മയോണൈസാണ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു സമയം ഞാൻ അപ്പുറത്ത് ഞങ്ങൾക്കുള്ള ചായയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെറ്റാക്കി വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല ചൂട് ചായയും കൂടെ റെഡിയാവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ കഴിക്കുകയും ചെയ്യാം. ഇത് ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഈ പറയുന്ന പോലെയൊന്നും ഞാൻ ഈ ഓരോരോ ഘട്ടമായിട്ട് കാണിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊരു 5-10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ആ ഒരു സോസില്ലേ, നമ്മൾ രണ്ടും കൂടെ മിക്സ് ആക്കിയില്ലേ, അത് 2 ഭാഗത്തും ഇതുപോലെ ഓരോ ടീസ്പൂൺ വീതം നമ്മളിഷ്ടമാണ്. അതൊക്കെ എത്ര സോസ് വേണം അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്ക് കുറച്ച് കൂടുതലും കൊടുത്തോ, കാര്യം നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ ആണ്. അപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട. ടൊമാറ്റോ സോസ് ആയാലും നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെസിപ്പി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും കേട്ടോ. ജംഷി റെസിപ്പീസ് ടൊമാറ്റോ സോസ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇനി കുറച്ച് വെജീസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്കുംബർ, തക്കാളി, അതുപോലെ സവാള ഇങ്ങനെ റിങ്ങായിട്ട് അത് നമുക്ക് ആവശ്യത്തിന് കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ നമുക്ക് വലിയവർക്കായതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ സോസ് ആക്കി കൊടുക്കുക. അതായത് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള സോസ് ചേർത്ത് കൊടുക്കുക, വേണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് നമ്മളെ പാർട്ടീസും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ മറ്റേ ബർഗറിൻ്റെ ആ ഒരു പീസും കൂടെ വെച്ച്, ബന്നിൻ്റെ പീസും കൂടെ വെച്ച് സെറ്റാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഓലേൻ്റെ ഇറുക്കിളി ആയാലും മതി കേട്ടോ. എന്നിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ അതങ്ങനെ സെറ്റായിട്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാൻ നല്ല റെഡി ആയിട്ട് തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള 2 കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് കേട്ടോ, എന്നാൽ പെർഫെക്റ്റ് ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റൂസ് ലീഫൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ വെച്ച് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവും കേട്ടോ, ഒന്നുകൂടെ പെർഫെക്റ്റ് ആവും. അങ്ങനെ ആകുമ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു സമയം നമ്മളെ ചായയും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ചായ നിർബന്ധമില്ല കേട്ടോ, അതാണ് ഞാൻ കുറച്ചെടുത്തത്. പിന്നെ ബർഗറൊക്കെ ആകുമ്പോൾ ചായ ഓട്ടി കഴിക്കുമ്പോഴാണല്ലോ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 1 ഗ്ലാസ് ചായ ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ.
നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ചിക്കൻ്റെ ഫില്ലിങ് കൂടെ അതിൽ വരുമ്പോൾ നല്ല ഹെവി ആവുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഉച്ചക്കത്തെ ലഞ്ച് ആക്കാനുണ്ട്. എന്നാലും ജസ്റ്റ് കുക്ക് ചെയ്തിടെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു മൈക്രോ ഫൈബറിൻ്റെ ഒരു കുഞ്ഞ് ക്ലോത്തില്ലേ, ഒരു 4-5 പീസൊക്കെ വരുന്ന നമുക്കിവിടെ നെസ്റ്റോലും ജാംജുമിലൊക്കെ കിട്ടാനുണ്ട്. ഓൺലൈനായിട്ടും ഇതുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അങ്ങനെ നനച്ച് പിഴിഞ്ഞതാ ഇത് കേട്ടോ. നനച്ച് പിഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല ക്ലീൻ ആവും കേട്ടോ കിച്ചണ്. അതായത് നമ്മളെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് എന്തെങ്കിലും പാല് അങ്ങനത്തെ ഒക്കെ മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗം അതിലേക്ക് അബ്സോർബ് ആവും. അതിങ്ങനെ പരന്ന് എല്ലായിടും ആവില്ല. ക്ലീനിങ്ങിന് നല്ല ഈസി ആട്ടോ അത്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലേ വാങ്ങിച്ച് നോക്കിക്കോ, നല്ലതാണ് കേട്ടോ. ക്ലീനായിട്ട് നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ കുറച്ച് ലിക്വിഡ് എന്തെങ്കിലും സോപ്പ് ലിക്വിഡ് എന്തെങ്കിലും ആക്കിയിട്ട് കൈകൊണ്ട് തന്നെ ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യുക, എടുത്ത് വെക്കുക, നന്നായിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ അത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ നനവോട് കൂടി ഇങ്ങനെ വഴുവഴുപ്പായിട്ട് അങ്ങനെ വെക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബെഡ്റൂമൊക്കെ രാവിലെ എണീക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് എണീക്കുക. എന്നാലും ഒന്ന് വൃത്തിയിൽ ഒന്ന് ഓർഡർ ആക്കിയിട്ടൊക്കെ ഒന്ന് വിരിച്ചിട്ടെ. കുറേ പേര് ജംഷി ഡെയിൻമേ ലൈഫ് എന്താ ഡെയിൻമേ ലൈഫ് ചെയ്യാത്തേ എന്ന് ചോദിച്ചിട്ട് കുറേ കമൻറ്റെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റിനൊന്നും ഞാൻ റിപ്ലൈ ഒരു 3-4 വീഡിയോക്കൊന്നും റിപ്ലൈ അങ്ങനെ കൊടുത്തിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, തലവേദന, കോൾഡ്, ജലദോഷം പിടിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ തല കുനിഞ്ഞിരിക്കുമ്പോൾ തല ഇങ്ങനെ പൊളിയുന്ന പോലെ വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊക്കെ ഇതാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള വീഡിയോക്കൊക്കെ കറക്റ്റ് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. എല്ലാവരും കമൻറ്റും നിങ്ങളെ കാര്യങ്ങളും നിങ്ങളെ അഭിപ്രായങ്ങളും എല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഉംറക്ക് പോയി വരുന്ന സമയത്ത് മക്കത്തുനിന്ന് റഫീഖാൻ്റെ ഒരു ഫ്രണ്ട്, അതായത് ഇവിടെ അമ്പലേരിയയിൽ തന്നെ ഉള്ളതാണ്, അവരവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ആണുള്ളത്, മക്കത്താണുള്ളത്. അങ്ങനെ അവർ നമ്മളെ കാണാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നതാണിത്, അവരെ വക ഒരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, കഅബേൻ്റെ ഒരു ഇതും അതുപോലെ തന്നെ നമ്മുടെ മദീനത്തെ പള്ളീൻ്റെ കുബ്ബേൻ്റെ പച്ചക്കുബ്ബയും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതാ ഈ ഒരു 2 ലെറ്ററും. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്ത് ഒന്നും കാര്യമായിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയുള്ള ഇതൊക്കെ മാറ്റിയിട്ട് അവിടെ അത് ഒന്ന് ഭംഗിയായിട്ട് വെച്ചു. അപ്പോൾ ഞാനും ഇപ്പോഴാണ് കേട്ടോ നമ്മളൊരു റൊട്ടീനിലേക്കും കാര്യങ്ങളിലൊക്കെ ആയിട്ടൊന്ന് കറക്റ്റായിട്ട് വന്നത്. കുറേ ദിവസമായിട്ട് വയ്യാകിയും എല്ലാം ആയിരുന്നല്ലോ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മളെ അമ്പലേരി ഇവിടെ അടുത്ത് തന്നെയുള്ള നമ്മൾ സൂപ്പിക്കാം, നമ്മളെ അയൽവാസിയാണ്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സംസം വെള്ളവും ഈത്തപ്പഴവും ഒക്കെ കൊടുത്തു. അതിന് ശേഷം ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്. നമുക്കിന്ന് സാൻഡ്വിച്ച് ആയതുകൊണ്ട് ബർഗർ ആയതുകൊണ്ട് അങ്ങനെ കുറേ പാത്രങ്ങളൊന്നുമില്ല. എന്നാലും അതാക്കിയ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഒരുപാടുണ്ട്. മറ്റേ നമ്മൾ ദോശ, അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പണിയുള്ളത് മുറ്റത്തായാലും കുറച്ച് കൂടുതൽ സമയം നിന്നിട്ടുണ്ടായിരുന്നു. റഫീഖ് ഉള്ളതുകൊണ്ട് രണ്ടാളും കൂടെ ഒരുമിച്ച് ചെയ്താൽ വേഗം അങ്ങ് തീരുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഹെവി ആക്കണ്ട, ബന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് അങ്ങ് ചെയ്യാൻ. ചിക്കനും ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലാണ്ട് നമുക്കിഷ്ടം സാദാ ദോശയും കറിയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. ഞാൻ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചു. അപ്പോൾ നമ്മൾ ആ പാത്രം കഴുകി കഴിയുമ്പോൾ കിച്ചൺ മൊത്തം ആ സിങ്കും കൂടെ കഴുകുക, ആ ഏരിയയും കൂടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ ക്ലീൻ ആകും. എനിക്ക് അങ്ങനെ ചെയ്യാനാട്ടോ ഇഷ്ടം. മറ്റേ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ കിച്ചണ് കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ. അപ്പോൾ ഇങ്ങനെ ആക്കി ചെയ്യുമ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് പണി തരും. അത് നമുക്കുണ്ടാവുമല്ലോ അങ്ങനെ ഓരോ നേക്കും നമ്മൾ മെൻ്റലി മാനസികമായിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ചെയ്താൽ വേഗം പണി തീരും. പാത്രം കഴുകുമ്പോഴാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ ഐഡിയകളും ടിപ്പുകളും ഉണ്ടാവില്ലേ. അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് താനേ വരുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തീരും, ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തീരും എന്നുള്ള ഓരോരോ നേക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇനി പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകട്ടെ. ഇന്നിപ്പോൾ ലഞ്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ആക്കാതിരുന്നത് സിമ്പിൾ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നാടൻ എന്തെങ്കിലും ഞാൻ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടുണ്ടാവുമല്ലോ. കുറച്ച് ബീഫുണ്ട്, അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തണുപ്പ് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറി ആക്കിയിട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കൊരു ഹൗസ് വാമിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും പോകണം. അപ്പോൾ ഒരു ഹെവി ഫുഡ് വേണ്ടാന്ന് വിചാരിച്ചു. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലഞ്ച് അത് വേണ്ടാന്ന് വിചാരിച്ചു.
റഫീഖ പുറത്തുണ്ട്, വാവത അപ്പുറത്തുണ്ട്. പുറത്ത് റഫീഖ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഒരു കുരുമുളക് വള്ളി നട്ട മുരുക്കില്ലേ, മുരുക്ക് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, നശിച്ചു പോയിട്ടുണ്ടായിരുന്നു, കുറേ വർഷങ്ങളായതാണ്. അപ്പോൾ അതിന് പകരം, അതായത് അതിൽ നല്ല കുരുമുളക് വള്ളി, നല്ല കുരുമുളക് ഉണ്ടാകുന്ന വള്ളിയായിരുന്നു കേട്ടോ. പക്ഷെ അത് നശിച്ചു പോയതോട് കൂടിയിട്ട് അതിന് ഭയങ്കരമായിട്ട് എന്താ പറയുക, കേട് വരാനൊക്കെ ആയി തുടങ്ങി. നല്ല കുരുമുളക് കിട്ടുന്നതായിരുന്നു ആ വള്ളിയിൽ നിന്നൊക്കെ. അപ്പോൾ അത് ഒന്ന് മാറ്റി അതിനൊന്ന് റീപ്ലാന്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് റഫീഖ. അത് ഞാൻ കാണിച്ചു തരാം, നിങ്ങളത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുന്നെങ്കിൽ ഉപകാരമാവട്ടെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. റഫീഖ അവിടെ ചെയ്യുന്നുണ്ട്, അത് പുതിയ കുഴിയൊക്കെ എടുത്ത് സംഭവമായിട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇതെൻ്റെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ബീഫ് റെഡി വെച്ചിട്ടുണ്ട് എന്നറിയില്ല പുറത്ത്. അപ്പോൾ അതൊന്ന് കഴുകി എടുത്തു. ഇനി അതിനുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ചോറ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. ഇന്നലത്തെ കുറച്ച് ചോറുണ്ട്, കുറച്ചേ വേണ്ടു, ഒരു പിടി ചോറേ കുറവുള്ളൂ, കുറച്ച്. അപ്പോൾ കുറച്ച് എന്തായാലും ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ചോറുണ്ട് കുറച്ച്. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വേവുന്ന റൈസാണ് കേട്ടോ. അത് റെഡിയായി കിട്ടും. നമ്മളെ തോട്ടത്തിൽ കുറച്ച് കാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വന്നപ്പോഴത്തേക്കും. അതിൽ മറ്റേ മുടുങ്ങച്ചപ്പില്ലേ, കാക്കച്ചപ്പ്, മുടുങ്ങച്ചപ്പ് എന്നൊക്കെ പറയും. ഓരോ ഭാഗത്തും ഓരോ പേരായിരിക്കും അതിന്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുണ്ട് കേട്ടോ. അതിങ്ങനെ നല്ല തളിരായിട്ട് നിൽക്കുന്നുണ്ട്, കുറച്ച് നമുക്ക് ആവശ്യത്തിനൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറിച്ചിട്ട് താളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ബീഫ് നല്ല റോസ്റ്റും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും മതി എന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ കറികൾ ഉണ്ടാക്കണ്ടല്ലോ, പെട്ടെന്ന് പണിയും തീരും. അപ്പോൾ നമ്മൾ ബീഫ് ക്ലീൻ ചെയ്തത് 1/2 കിലോ ഉണ്ടാവും കേട്ടോ. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അത് കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഒരുപാട് മസാല ഇല്ലാതെ ആട്ടെ ഉണ്ടാക്കുന്നത്, കാരണം ബീഫ് വരട്ടല്ല, റോസ്റ്റാണ്. നമ്മൾ പൊരിച്ച പോലെ എടുക്കൂലേ, അങ്ങനെയാട്ടെ ചെയ്യുന്നത്. ഈ ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ആ ഒരു സ്റ്റൈലാണ് കേട്ടോ ഈ ഒരു ബീഫ് റെസിപ്പി. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1 ടീസ്പൂണോ ഒക്കെ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മസാലയാകുമ്പോൾ നമുക്ക് അങ്ങനെ റോസ്റ്റായിട്ട് നല്ല ആ ഒരു ഡാർക്ക് കളറിലേക്ക് വരില്ല. അത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടില്ല ഒരുപാട് മസാല ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കില്ലേ വിലേജ് ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ വിലേജ് ജീരകം അങ്ങനെയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. രണ്ടായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പൊടി ഉള്ളത് കൊണ്ട് പൊടി ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പേസ്റ്റ് ആക്കണ്ട. വെളുത്തുള്ളി അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കഷ്ണം ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ബീഫ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മുടുങ്ങച്ചപ്പ് പറിക്കുക കണ്ടോ, ഇവിടേക്ക് ഇങ്ങനെ കാടായതുകൊണ്ട് കുറച്ച് കാടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തെങ്ങിൻ്റെ തടം എടുത്ത ആ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ വല്ലാണ്ട് കാടില്ല. അപ്പോൾ അതിലാട്ടെ ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ റഫീഖ് അത് ഒക്കെ പറിച്ച് കളയുമ്പോഴത്തേക്ക് ഞാനത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, നല്ല തളിര് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് താളിക്കാം. നമ്മൾ മുരിങ്ങയില വെച്ചിട്ട് മുന്നേ താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അങ്ങനെ താളിക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ചോറിൻ്റെ കൂടെ അതുപോലെ ബീഫ് റോസ്റ്റിൻ്റെ കൂടെയും താളിപ്പ് അടിപൊളിയാണ്. അത് തക്കാളി താളിച്ചാലും മുരിങ്ങയില താളിച്ചാലും ഒക്കെ പരിപ്പ് താളിച്ചാലും ഒക്കെ നല്ല ടേസ്റ്റല്ലേ. അങ്ങനെ കുറേയൊന്നുമില്ല, കുറച്ച് ഒരു പിടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്ര മതിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ റഫീഖ കുരുമുളകിൻ്റെ വള്ളി രണ്ടാമത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ വള്ളി, ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതിലേക്ക് ഒരു കുഴി കുത്തിയിട്ട് മണ്ണിൽ നന്നായിട്ട് കുഴി കുത്തിയിട്ട് പൈപ്പ് PVC പൈപ്പില്ലേ, കുറച്ച് വണ്ണുള്ളത് അത് ഇറക്കി വെച്ച് കൊടുത്തു കേട്ടോ. അത്യാവശ്യം കുഴിയിലേക്ക്. എന്നിട്ടത് കോൺക്രീറ്റ് ഇട്ടിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്തത്. കാരണം മണ്ണിൽ അത് ഉറച്ച് നിൽക്കില്ലല്ലോ. കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ ചുറ്റിലും നന്നായിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പ്രോസസ്സൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കോൺക്രീറ്റൊക്കെ റെഡിയാക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ചായിട്ട് ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനത് ഫിനിഷ് ആയതും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒന്നത് അങ്ങനെ 3 എണ്ണം ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ,
ഇത് PVC പൈപ്പിന് അയൺ അതില്ലേ പൈപ്പായാലും നല്ലതാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ ഹൈറ്റ് വേണം, കാരണം വള്ളി കയറി പോകണ്ടേ, അത്രയും ഹൈറ്റ് വേണം. ഇതിനി എക്സ്റ്റൻഷൻ ചെയ്യൂ കേട്ടോ. ഒന്നും കൂടെ വെച്ചിട്ട് എക്സ്ട്രാ പൈപ്പും കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. റഫീഖ് വലുത് കിട്ടിയിട്ടില്ല, ഇവിടെയുള്ള ചെറിയ പൈപ്പ് എടുത്താണ് ചെയ്തത്. വലുതുണ്ടായാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല, അതങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ആ വള്ളി ഇതിലേക്ക് മാറ്റണം കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് അത് നടും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കോൺക്രീറ്റ്, ഇത് മൂന്നാമത്തതാണ്. അതിൽ കോൺക്രീറ്റ് ഇട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്, കുറച്ചുകൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കോൺക്രീറ്റ് ഇട്ട് സെറ്റായതിന് ശേഷം ഇതാ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കമ്പോസ്റ്റും ചാണകം എല്ലാം കൂടെ ഇട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ വള്ളി മാറ്റി വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ പൈപ്പിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കടത്തി വിടുകയാണ് ചെയ്യുക കേട്ടോ. അത് ഞാൻ പിന്നീട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ അത്രേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ ചോറ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചു. നമ്മളെ ചപ്പില്ലേ അതൊന്ന് നുള്ളി എടുക്കട്ടെ കേട്ടോ, ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഒന്ന് എടുക്കട്ടെ. ഇനി ഇത് താളിക്കണം, നമ്മൾ ബീഫ് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം, അത്രേ പരിപാടിയുള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ മേലെ തുടച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് താഴെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടക്കണം. മൊത്തം ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്ന് അടിച്ചു വാരി തുടച്ചാൽ മാത്രം മതി കേട്ടോ. ഞാൻ കുക്കിംഗ് കൂടെ കഴിഞ്ഞിട്ടങ്ങ് തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മളെ താളിപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് കുത്തിയിട്ട് കൊടുത്തു. വെളുത്തുള്ളി ആണെങ്കിലും ചുവന്നുള്ളി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്കിവിടെ വെളുത്തുള്ളിയാണ് ഒന്നുകൂടെ ഇഷ്ടം. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ആ വെളുത്തുള്ളി അങ്ങ് കളറൊന്നും ചേഞ്ച് ആവണ്ട കേട്ടോ, ചേഞ്ച് ആയാൽ വേറെ ടേസ്റ്റാണ്. അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ അത് വേറെ ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തിളക്കുമ്പോഴത്തേക്കും വെന്ത് വരും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഇടുമ്പോഴത്തേക്കും അതിങ്ങനെ വാടി ഇങ്ങനെ അതിലേക്ക് ചേരുന്നത് കാണാൻ പറ്റും. 1-2 തിളക്കുമ്പോഴത്തേക്കും നമ്മളെ ലീഫെല്ലാം നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കറി, നമ്മൾ എളുപ്പത്തിലുള്ള കറി. അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പേരിയും കാര്യങ്ങളൊന്നും ആക്കുന്നില്ല, കാര്യം ഇതന്നെ ഉണ്ടല്ലോ, ചീരയാണല്ലോ, അപ്പോൾ പിന്നെ അത് മതി. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ബീഫും വെന്ത് വന്നിട്ടുണ്ട്, അതൊന്ന് റോസ്റ്റാക്കി എടുക്കട്ടെ. അപ്പം അതിലേക്ക് നമ്മളൊരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടോ, ഇല്ലെങ്കിൽ നമ്മളിടുന്ന മുളക് പൊടി കരിഞ്ഞു പോകും, കയ്പ്പ് ടേസ്റ്റ് വരുവേ. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തു. പെട്ടെന്ന് തന്നെ ബീഫും ചേർത്ത് കൊടുക്കാം കേട്ടോ, അപ്പോൾ നമ്മളെ മുളക് പൊടി കരിഞ്ഞു പോകില്ല. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്താൽ മതി. ആ ഒരു മുളക് പൊടി കരിയാതെ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരിക മുളക് പൊടിയുടെ. ഇനി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അവിടെ എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ വേറെ പണീൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ നല്ല ഡാർക്ക് കളറിലേക്കായിട്ട് വരും കേട്ടോ. ഒരു കറുത്ത കളറിലെ ബീഫൊക്കെ നമുക്ക് കിട്ടുമല്ലേ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, അങ്ങനെ. അപ്പോൾ അതൊരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ നമ്മൾ ബർഗറിനൊക്കെ എടുത്ത ആ ഒരു കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളിയും ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, മറ്റേതും ചെയ്യാം കേട്ടോ, രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇട്ട് കൊടുത്തിട്ട് സാധാ പോലെ തന്നെ ലോ ഫ്ലെയിമിലാണ് വെക്കുക, ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഉള്ളിയും തക്കാളിയും ഒക്കെ അതിലേക്ക് ചേർന്ന് അതിങ്ങനെ വേറിട്ട് നിൽക്കുകയൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ട് അതിലേക്ക് ഇങ്ങനെ ചേർന്ന് ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് വന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക. ഇനിയിപ്പോൾ ദാ ഞാൻ ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടക്കലാണ് കേട്ടോ. അപ്പോൾ അടുക്കളയും കൂടെ കഴിഞ്ഞാൽ നമ്മളെ പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബീഫ് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അവസാനത്തത് അതിൻ്റെ ഒരു ടെക്സ്ചർ കാണിക്കാൻ മറന്നുപോയി കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി, സോറി. നിങ്ങളൊന്നുമില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി 1 മിനിറ്റ് കഴിഞ്ഞ് ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നല്ല ചേർന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. അടിപൊളി റെസിപ്പി ആട്ടോ, ഒന്ന് ചെയ്ത് നോക്ക്. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ചിലർക്ക് ഇങ്ങനെ റോസ്റ്റ് ആയിട്ട് ബീഫ് ഇങ്ങനെ കറുത്ത കളറിൽ ബീഫാക്കി എടുക്കാൻ അറിയില്ല എന്ന് പറയലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ, അത് ഞാൻ ആക്കിയെടുക്കൽ ഈ ഒരു ടൈപ്പിലാണ്. അങ്ങനെ നമ്മളെ പണികളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് സമയം വെറുതെ ഇരിക്കലും അതുപോലെ ലോറ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ചിലർക്ക് ലോറ നമസ്കാരം എന്ന് പറയുമ്പോൾ ടൈം അറിയില്ല. നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ട്, 1:15 ആയിട്ടുണ്ട് ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നപ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ ടൈമും കൂടെ പറയുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു കുക്കുംബർ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഒരു ഓറഞ്ചും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ കഴിക്കും. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഞാൻ മിക്സ് ആക്കിയിട്ടങ്ങ് കഴിക്കും, ഇല്ലാതെ കഴിക്കാൻ കഴിയേയില്ല കേട്ടോ. കാരണം ഒരു കോൾഡിൻ്റെ പ്രശ്നം ഇപ്പോൾ, പിന്നെ അലർജീൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളൊരു ഓറഞ്ചിൻ്റെ പകുതിയെല്ലാം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ
ചുമക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് കഴിക്കാണ്ട് എനിക്കൊക്കെ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ചോറിൻ്റെ കൂടെയൊക്കെ ആക്കിയിട്ട് ഞാൻ അറിയാത്ത രീതിയിൽ ഞാനങ്ങ് കഴിക്കാട്ടോ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ വാവ കഴിച്ചു കേട്ടോ. വാവ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് കഴിച്ചു. പിന്നെ വാവക്ക് അങ്ങനെ ബർഗറും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ല എന്നല്ല, അതൊന്നും എന്താ പറയുക, മെഡിസിനൊക്കെ കഴിക്കുന്നതുകൊണ്ട് എക്സ്ട്രാ എന്തെങ്കിലും വേണ്ടി വരും. അപ്പോൾ തലേ ദിവസത്തെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അതും ഇതും കൂടി ആയിട്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടെന്ന്. നമുക്ക് പെടങ്ങോട് റഫീഖാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു കേട്ടോ. പെടങ്ങോടാണ് അവരുടെ വീട് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നതാണ്. ഇവരൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. പണി പിടിച്ച് കിടക്കുകയാണെന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞില്ല. ഇന്ന് അവിടെ കടലിൽ പിന്നെ നിങ്ങളെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.